കുറേ നാൾക്ക് മുമ്പ് എന്നെ തേടി ഒരു ഭാര്യയും ഭർത്താവും വന്നു. അപ്പോൾ ഭർത്താവ് വിദേശത്തായിരുന്നു. ചെറുപ്പക്കാരാട്ടോ, അധികം പ്രായമൊന്നുമില്ല. അപ്പം അയാൾ പോയി കഴിഞ്ഞ ശേഷവും ഇവളുടെ അതായത് വിവാഹം കഴിഞ്ഞ് പോയതിന് ശേഷവും ഒന്നും ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹമൊന്നും അയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അയാൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാ പുരുഷന്മാർക്കും ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒത്ത് വന്ന് അങ്ങനെ കല്യാണം കഴിച്ചതാണ്. പക്ഷേ അയാൾക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ളൊരു സ്നേഹം കിട്ടുന്നില്ല. അപ്പം അയാളത് ആ കുട്ടിയോട് പറയുമ്പോഴൊക്കെ അവൾ ഒരുപാട് പരാതികൾ വീട്ടുകാരെക്കുറിച്ചൊക്കെ പറയുക. അമ്മ എങ്ങനെ ചെയ്യുന്നു, പെങ്ങളിങ്ങനെ ചെയ്യുന്നു, ചേട്ടൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ. അപ്പം അയാൾ പറഞ്ഞു, എന്നാൽ ശരി, നീ നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ പോയി നിന്നിട്ടും മാറ്റമൊന്നുമില്ല. അപ്പം രണ്ട് വീട്ടുകാരും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. രണ്ട് വീട്ടുകാർക്കും പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ട് നടത്തിയ വിവാഹമാണ്. ഇങ്ങനെ അയാൾ എന്നെ കാണാനെത്തിയ ആ സമയം ലീവ് എടുത്ത് വന്നു. ഈ കുട്ടിയുടെ ഭാഗത്ത് എന്താ ഇവൾക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വീട്ടുകാർ തമ്മിൽ പ്രശ്നമില്ല, വേറെ സ്ത്രീധന പ്രശ്നമോ ഒന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. രണ്ട് പേരെയും ഇരു കൂട്ടർക്കും കാര്യമാണ്. പക്ഷേ ഈ പെൺകുട്ടി മാത്രമാണ് അതിൽ അസ്വസ്ഥയായിട്ട് ഉള്ളത്. അപ്പോൾ കൊണ്ടുവന്നപ്പം ഒരുപാട് പരാതികൾ ഈ പെൺകുട്ടി ഒരുപാട് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാതികൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് പിന്നെ എൻ്റെ സെക്സിനെ പറ്റിയിട്ടാണെങ്കിൽ എൻ്റെ മൂഡൊന്നും നോക്കാതെ, എല്ലാവർക്കും എപ്പോഴും ഒരേ മൂഡായിരിക്കത്തില്ലല്ലോ അങ്ങനെ. അപ്പം അയാൾ അത് മാഡം ഞാൻ കുറച്ച് ദിവസത്തേക്ക് വന്നതല്ലേ, അപ്പം എനിക്ക് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് ആ സെക്സിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയേ ഉള്ളൂ, അല്ല സെക്സ് വേണമെന്നൊന്നും അല്ല, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ഒരു ഉമ്മ കൊടുക്കുക, ഇത്രയൊക്കെ തന്നെ ആയാലും എനിക്ക് ധാരാളമാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു, അല്ല അത് ചേട്ടൻ്റെ അമ്മ പറഞ്ഞു ഇനിയിപ്പം ഇത് കുട്ടിയൊക്കെ വേണം, അപ്പോൾ ഉടനെ എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല. അപ്പം അയാൾ പറഞ്ഞു, അത് അവരല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ന് വെച്ച് ഞാനിങ്ങനെ ഇയാളെ നോക്കുക കേട്ടോ. കാരണം എന്ത് ഈ കുട്ടി പറയുന്നു അതെല്ലാം അയാളെ സമ്മതിക്കുക. അവസാനത്തെ ഇതെന്ന് വെച്ചാൽ കിടക്കുന്ന കട്ടിൽ കൊള്ളത്തില്ലെന്നായി, ആ മെത്ത കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മാറിക്കിടക്കുന്നത്. ശരി, അതിനും അയാൾ പരിഹാരം ഉണ്ടാക്കി. അങ്ങനെ അവരൊന്ന് പോയി. പുള്ളി പറയാം, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചതാണ്, എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, അതുപോലെ കിട്ടിയതാണ്. ഞാൻ ഇവള് പറയുന്ന എല്ലാ ഇതിനും തയ്യാറാണ്. എനിക്കിവളുടെ കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം. പിള്ളേരൊക്കെ പിന്നത്തെ കാര്യമല്ലേ, അതൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്ന പോലും ഇല്ല. അങ്ങനെ അയാൾ പറഞ്ഞ 101 അവൾ പറഞ്ഞ 101 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ 101 പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവർ പോയി. അന്ന് വൈകുന്നേരം ഞാനൊരു ഷോപ്പിംഗ് മോളിലിരിക്കുമ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ 2 പേര് കൗൺസിലിംഗ് വന്നിരുന്നോ? ഞാൻ പറഞ്ഞു വന്നിരുന്നു. ആ കുട്ടി എന്താ പറഞ്ഞത്, പെൺകുട്ടി? ഞാൻ പറഞ്ഞത് കോൺഫിഡൻഷ്യലാണ് സർ, എന്താ കാര്യം ചോദിച്ചപ്പോൾ ആ ഹസ്ബൻഡ് ഫോൺ എടുത്തു. അപ്പം അവൾ അബ്സ്കോണ്ടിങ് ആണ്, അതായത് അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു, അവൾ ഗർഭിണിയായിരുന്നു, അവൾ ആ കൂടെ പോയി. അപ്പോൾ അവൾ ഒരുക്കിയ ഒരു നാടകത്തിലെ ഒരു കഥാപാത്രമായിരുന്നു ഞാനും. അപ്പോൾ ആ കുട്ടി തന്നെയാണ് അപ്പോയിൻമെൻ്റ് എടുത്തതും. ഒരു പക്ഷേ അവൾ കൊണ്ടുവന്നത് ഇയാളുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ ഗാർഹിക പീഡനങ്ങൾ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ ഇങ്ങനെ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇയാൾ ചിലപ്പോൾ റേസ് ചെയ്യും. അവിടം പിടിച്ചിട്ട് പിന്നെ ഈ കുട്ടിക്ക് അയാളെ എതിർത്ത് പ്രശ്നമാണ്, ഇതെനിക്ക് പറ്റില്ല എന്ന് കൊണ്ടെത്തിക്കാനായിരുന്നിരിക്കും. പക്ഷേ ഇയാളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം, അയാളെ എല്ലാ കണ്ടീഷൻസിനും സമ്മതിച്ചു. അപ്പോൾ അവൾക്ക് അവിടെ അയാളെ കുറ്റം പറയാനൊന്നും ഇല്ലാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് പോകുന്നത്. അപ്പം എൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കുമ്പോഴും അവൾ അപ്സെറ്റാണ്. പക്ഷേ എനിക്ക് അയാളുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പം എന്നോട് പറയാമെന്ന് വെച്ചോ, എൻ്റെ അടുത്തല്ല, ഞാനെന്ന കൗൺസിലറിൻ്റെ അടുത്ത് പറയാമെന്ന് വെച്ചോ, എനിക്ക് അയാളെ ഇഷ്ടമല്ല, എനിക്ക് സ്നേഹമില്ല, എനിക്കിത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ
ആ കേസിനോടുള്ള സമീപനം ഡിഫറൻ്റ് ആയിരിക്കും. ഒരു ക്ലയൻറ്റ് നമ്മുടെ മുന്നിൽ എന്താവശ്യമാണോ വെക്കുന്നത് അത് അതായത് നിയമത്തിനും നീതിക്കും നിരക്കുന്ന. ഇപ്പോൾ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ കയറി, ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2 പേര് വന്ന് പറയുന്നു എൻ്റെ ക്ലയൻറ്റ് ആരാണോ അവർക്ക് ആ ബന്ധം തുടരാൻ താല്പര്യമില്ല, സ്നേഹമില്ല, ഇഷ്ടമില്ല, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അവിടെ പിന്നെ വേറെ ഒരു അഴിച്ചുപണിക്ക് ഞാൻ മുതിരാറില്ല. കാരണം അങ്ങനെ സ്നേഹമില്ല എന്ന് പറയുന്നൊരു വ്യക്തിയെ എന്ത് ചെയ്ത് ഒരുമിപ്പിച്ചിട്ടും കാര്യമില്ല. പിന്നെ അത് പലപ്പോഴും കൗൺസിലേഴ്സ് ശ്രമിക്കുന്നൊരു കാര്യമാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ഒന്ന് നോക്ക് എന്ന് പറയും. പക്ഷേ അവർ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഈ സ്ത്രീ അങ്ങനൊരു വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല. ആ വീട്ടിൽ ആ കുട്ടിക്കുണ്ടാവുന്ന സൗകര്യങ്ങളും അയാളുമായിട്ട് പൊരുത്തപ്പെടാൻ ഇപ്പം എപ്പോഴും എന്നെ കയറി പിന്നെ സെക്സിന് വേണ്ടി, അപ്പോൾ അയാളാകെ നാണമായിട്ട് അയാൾ അയ്യോ അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ സെക്സ് ഒന്നും അല്ല, ഒന്ന് അടുത്തിരിക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക. അപ്പം അതിന് അവൾ ആ നിമിഷം ഇപ്പം അയാൾ പുറത്തിറങ്ങുന്ന സമയത്തെങ്കിലും മാഡം എനിക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേറെ കാമുകനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കുട്ടി ജഡ്ജ് ചെയ്യാൻ ഞാൻ നിൽക്കില്ല, ഞാനെന്ന കൗൺസിലർ നിൽക്കില്ല. കാരണം നമ്മൾ ജഡ്ജ് ചെയ്യാനോ ഉപദേശിക്കാനോ ഉള്ളവരല്ല. അതിന് അതിൻ്റേതായ കാരണങ്ങൾ കാണും, അതിൻ്റേതായ റീസൺസ് കാണും. തിരിച്ചും എനിക്കിവളെ വേണ്ട, ഞാനിപ്പോഴും ആലോചിക്കും, ഒരു 2 ആൺകുട്ടിയും പെൺകുട്ടിയും, അവർ 2 പേരും ജോലി ചെയ്യുന്നവരാണ്. ഈ കുട്ടി ഒരു 2-2.5 മണിക്കൂർ എൻ്റെ മുന്നിൽ ഇരുന്ന് എന്നെ വിട്ടുപോലെന്ന് പറ മാഡം, എന്നെ വിട്ടുപോലെന്ന് പറ, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ആ പയ്യൻ കൈ ഇങ്ങനെ കെട്ടിയിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ടോക്സിസിറ്റി സഹിക്കാൻ പറ്റില്ല. അപ്പോൾ 2 പേരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവൾക്ക് അവനെ വിട്ടുപോകാൻ പറ്റുന്നില്ല, അതൊരു വേർഷൻ. ഇപ്പുറത്തെ സൈഡിൽ ടോക്സിസിറ്റി ആണ്, ആ വേർഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ടോക്സിസിറ്റി സഹിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്നൊരാൾ പറയുമ്പോൾ എനിക്ക് നിന്നോടിപ്പോൾ സ്നേഹമില്ല എന്ന് പറയുമ്പോൾ ഒരു കൗൺസിലറിന് അവിടെ സ്നേഹം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ആ ജെന്യൂനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് ഒരു കൗൺസിലറിനെ കൊണ്ട് ആവുന്ന രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ അത് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ആ കുട്ടി തന്നെ ആ കുട്ടിയാണ് അപ്പോയിൻമെൻ്റ് എടുത്തത്, അതാണ് അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ. അപ്പം അവളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഗാർഹിക പീഡനത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം പിടിച്ച് വലിച്ച് വലുതാക്കി അങ്ങനെ ആയിരുന്നിരിക്കും ഉദ്ദേശം. അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാം. കാരണം ഈ 2 വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. ഈ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ ഇയാളെ ഭയങ്കര കാര്യമാണ്. അപ്പം ഒരു വഴി കാണുന്നില്ല. അപ്പം അത് പറയാനും ഒരു ധൈര്യം വരുന്നില്ല, ആ കുട്ടിക്ക് പറയാനൊരു ധൈര്യം വരുന്നില്ല. ആൻഡ് പുള്ളിക്കാരി പ്രഗ്നൻറ്റുമാണ്. അപ്പോൾ ആ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഇയാളുടെ കൂടെ സെക്ഷലും ഈവൻ ഒന്ന് അടുത്തിരിക്കാനോ ഉമ്മ കൊടുക്കാനോ, കാരണം മറ്റൊരാളുടെ കുട്ടി വയറ്റിൽ കിടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവളോട് നമുക്ക് എന്താ മറ്റൊരാളുടെ കുട്ടിയും വയറ്റിലിട്ടുകൊണ്ട് ഹസ്ബൻഡാണെങ്കിലും അയാളുടെ അടുത്ത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഹസ്ബൻഡെന്ന് പറയുന്ന ആളോ, അയാളുടെ എത്ര ദിവസങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം മനുഷ്യൻ ചെയ്തത് ഇവൾക്ക് വേണ്ടിയിട്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ 2 പേരുടെ ഭാഗത്തും നോക്കുമ്പോൾ 2 പേരുടെ ഭാഗത്തും അതിൻ്റേതായിട്ടുള്ള ശരിയുണ്ട് തെറ്റുമുണ്ട്. പക്ഷേ ഇതൊന്നും പറയാൻ കൗൺസിലറിൻ്റെ റോളിലിരിക്കുമ്പം എനിക്ക് അവകാശമില്ല. ഇയാൾ ശരിയെന്നോ ഇയാൾ തെറ്റെന്നോ ഒന്നും പറയാൻ അവകാശമില്ല. നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻറ്റ്സ്, അവരോട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചിട്ട് ഒരു സ്ത്രീ വരികയാണ്, അപ്പോൾ നമ്മൾ പറയും ഓക്കെ ശരി, ഹസ്ബൻഡ് കുട്ടിയെ ഉപേക്ഷിച്ചു, ശരി, അപ്പോൾ നിങ്ങൾ ഇപ്പം കണ്ട ലോകമല്ല ഇനി കാണാൻ പോകുന്നത്. ഒരു ഫാമിലി ലൈഫിൽ നിന്നിട്ട് ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോവുകയാണ്. ആ പോകുന്ന വഴി വന്ന് എന്നെ കാണുകയാണെന്ന് വെച്ചു. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുവരെ കണ്ട ലോകമല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കത്ത് പോലുമില്ല. എല്ലാം നല്ല കുട്ടി എന്നാരും പറയത്തില്ല. പക്ഷെ വൺസ് നമ്മൾ ഒന്ന് മറികടന്ന് നോക്കുക, ആ ഒരു നേർരേഖ ഒന്ന് മറികടന്ന് വന്നാൽ 100,000 വിരലുകൾ നമുക്ക് നേരെ ചൂണ്ടും. അപ്പോൾ സ്ത്രീ എന്ന നിലയിൽ കൂടുതലും റെസ്പോൺസിബിലിറ്റി, പഴി
കൂടുതലും സ്ത്രീ എന്ന നിലയിൽ പെണ്ണായിരിക്കും അത് നേരിടേണ്ടി വരുന്നത്. കാരണം അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ ആ കുറ്റപ്പെടുത്തലുകളും പഴിചാരലും എല്ലാം കേൾക്കുമ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റണം. എല്ലാവരും വെൽ ഡൺ എന്ന് പറയില്ല. ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എനിക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, അവർ ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഒരിക്കലും അയാളെ സ്നേഹിച്ചിട്ടില്ല, എങ്ങനെ ഒരു കുഞ്ഞുണ്ടായെന്നേ ഉള്ളൂ. തിരിച്ചും കേൾക്കാറുണ്ട്, എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല, അവളെ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല, ഇങ്ങനെയാണ്ട് ഒരു കൊച്ചിനെ അങ്ങ് ഉണ്ടാക്കി. പക്ഷേ അപ്പോൾ അങ്ങനെ പറയുന്നവരെ ചേർത്ത് വെച്ചിട്ട് എന്ത് കാര്യമാണ്? പിന്നെ കുഞ്ഞുങ്ങളോട് നീതി കാണിക്കാൻ മാത്രമാണ് ആ ഒരു ലിമിറ്റിനപ്പുറം നിന്ന്, ഒരു കൗൺസിലർ എന്ന നിലയിൽ ആ ലിമിറ്റിനപ്പുറം നിന്ന് ഞാൻ ചിലപ്പം പറയുന്നത്. കാരണം കുട്ടികൾ പറഞ്ഞിട്ടല്ല നമ്മൾ കുഞ്ഞുങ്ങളെ ഭൂമിയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു സ്പോൺസർ ആവാൻ നിൽക്കരുത്. മാസാമാസം ഇത്ര രൂപ കൊടുക്കുന്നൊരു സ്പോൺസർ ആവാൻ നിൽക്കരുത്. അത് നല്ല ഒരുപാട് കോടീശ്വരന്മാർ ലോകത്തുണ്ട്. ഭാര്യയായാലും ഭർത്താവായാലും പുറത്തു പോയി കുറച്ച് പൈസ കുട്ടിയെ ബോർഡിങ്ങിലിട്ടിട്ട് കുറച്ച് പൈസ, അത് ചെയ്യരുത്. നിങ്ങൾക്ക് ശരിക്കും ഒരു അപ്പനോ അമ്മയോ ആയി സ്നേഹവും കരുതലും രണ്ടിടത്ത് നിന്ന് കൊടുക്കാൻ പറ്റിയാൽ അതാണ് പുണ്യം. കാരണം ഒരിക്കലും കുഞ്ഞ് അത് അർഹിക്കുന്നില്ല. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അർഹിക്കുന്ന കുട്ടികളാണ് ഭൂമിയിലോട്ട് വരുന്നത്. അപ്പം മറിച്ചൊരവസ്ഥ ഏത് കുട്ടിയാണ് അർഹിക്കുന്നത്? ആരും അർഹിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനായിട്ട് അവകാശമുള്ളൂ. അവകാശം എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു എക്സ്പീരിയൻസ് കൂടി, ഇപ്പം ഒരു 10-26 വർഷത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതൊന്ന് പറയും. അല്ലാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിനെയും കുട്ടിയെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോകുന്ന വഴിയിൽ വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്. ഹസ്ബൻഡ് ഇരിക്കുന്നു, കാമുകൻ ഇരിക്കുന്നു, ഭാര്യ ഇരിക്കുന്നു, എനിക്ക് ഹസ്ബൻഡിനെ വേണ്ട, എനിക്ക് കാമുകൻ മതി എന്ന് പറഞ്ഞ ഭാര്യമാരുണ്ട്. അതുപോലെ തിരിച്ചുകൊണ്ട് നല്ല സുന്ദരികളായ ഭാര്യമാരായിരിക്കും, ഒരു പ്രശ്നവും കാണില്ല. ഞാൻ പറയും പ്രോബ്ലം ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു അട്രാക്ഷൻ മറ്റേ സ്ത്രീയുടെ അടുത്ത് തോന്നി, അങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരും. അപ്പം നമുക്ക് സ്നേഹമെന്ന് പറയുന്നൊരു കാര്യം കൗൺസിലറിൻ്റെ അടുത്ത് വന്നെന്നും വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയെ വേണ്ട, എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പറ്റില്ല. ഭഗവാൻ വിചാരിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല അവിടെ. കാരണം ഒരാളെ നമുക്ക് സ്നേഹിച്ച് സ്നേഹം കൊടുത്ത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ കള്ളുകൂടി മാറ്റിയെടുക്കാം. ഇത് മനുഷ്യന്മാരെന്ന് പറയുന്നത് വെറും മനുഷ്യൻ മാത്രമാണ്, പുനരധിവാസ കേന്ദ്രമൊന്നും അല്ല, വെറും മനുഷ്യനാണ്. ആ മനുഷ്യനെ കൊണ്ട് മറ്റൊരു മനുഷ്യനെ മാറ്റിയെടുത്ത് അത്രയും കഷ്ടപ്പെടുത്ത് സ്നേഹമുണ്ടാക്കി അപ്പോഴത്തേക്ക് ഒരായുസ് തീരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകളാണ് കൗൺസിലിങ്ങിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ആയതുകൊണ്ട്. എന്നാൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും ഒന്നും കൂടെ ഞാൻ പറയുന്നു, എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, പിന്നെന്താ 24 മണിക്കൂറേ ഉള്ളല്ലോ എന്ന് ഞാൻ വിഷമിക്കാറില്ല. 24 മണിക്കൂറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കേസും നമുക്ക് നന്നായിട്ട് പഠിച്ച് അവർക്ക് നല്ലൊരു സജഷൻ കൊടുക്കാനുള്ള അതിനുള്ളൊരു പുണ്യം വാക്കുകളായിട്ടും അവരുടെ അടുത്ത് സമീപനങ്ങളുമായിട്ട് വരണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും.